നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അജുവേട്ടാ, അമ്മ നിന്നോണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്ത. രാത്രിയായില്ലേ, അച്ഛമ്മ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാവോന്ന എന്റെ പേടി. എന്റെ ചിന്ത അത് തന്നെ പൂജ. പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ സ്വിച്ച് ഓഫാ. പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പഴയ ബൈപ്പാസിനടുത്ത് വെച്ചാ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അപ്പോ ആ ഭാഗത്തൊന്നും അന്വേഷിച്ചില്ലേ? അവിടെയൊക്കെ അന്വേഷിച്ചു. ഞാനതല്ല ആലോചിക്കുന്നത്. പഴയ ബൈപ്പാസിനടുത്തൊക്കെ അച്ഛൻ എന്തിനാ പോയത്? നമ്മൾ അറിയാതെ എന്തൊക്കെയോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പൂജ. എന്തായാലും നോക്കാം. താമ്പാ. അമ്മേ, അച്ഛമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. നോക്കിക്കോ. എത്രയും വേഗം പോസിറ്റീവായൊരു വിവരം നമുക്ക് കിട്ടും. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. ഭക്ഷണം ഞാൻ എടുത്തുതരാം. വേണ്ട മോളെ. എനിക്കിപ്പോ തോന്നുന്നത് അമ്മ ബുദ്ധിപൂർവ്വം മാറി നിൽക്കാന്നാ. നമ്മൾ അമ്മയെ അന്വേഷിക്കുമെന്ന് അറിയാനായിട്ട്. അത് പിന്നെ അന്വേഷിക്കാതിരിക്കോ? എന്താ നമ്മളാരും അത്ര ഹൃദയമില്ലാത്തവരാണോ? അഞ്ജന ചേച്ചിയുടെ മനസ്സില് ചേച്ചി കാരണം അമ്മ ഇവിടെ വരാത്തെന്നുള്ള ചിന്തയാ അല്ലേ ചേച്ചി? ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട അഞ്ജന. അഞ്ജന ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അമ്മ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ അമ്മ ഞങ്ങൾക്കറിയാവുന്ന ആരുടെങ്കിലും വീട്ടിലാവും. കിരൺ, ഹലോ. അർജുൻ, താൻ വീട്ടിലാണോ? അതെ. എന്തു പറ്റി? അല്ല, അച്ഛമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടി അർജുൻ. അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. കിട്ടിയോ? അതെ, അച്ഛമ്മയുടെ ഒരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അച്ഛമ്മയുടെ കത്തോ? അതെ അർജുൻ, ഞാനത് അർജുന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അർജുൻ അതൊന്ന് നോക്ക്. ഓക്കെ, ഞാനത് നോക്കിയിട്ട് തന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ അർജുൻ. എന്ത് മോനെ പറഞ്ഞേ? അമ്മേ, അച്ഛമ്മയുടെ ഒരു കത്ത് കിട്ടിയെന്ന്. എനിക്കത് അയച്ചിട്ടുണ്ട്. നോക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ആരോടും പറയാതെ ഞാനൊരു യാത്ര പോവുകയാണ്. എന്റെ ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ദേശാടനം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഹരിദ്വാറിൽ നിന്നും തുടങ്ങാനാ എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആരും എന്നെ തിരക്കരുത്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് പറയാതെ പോകുന്നത്. എന്നെ നിങ്ങൾ ആരും വെറുതെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. എന്നെ കിട്ടില്ല. ഇനി എനിക്ക് വേണ്ടത് സമാധാനമാണ് എന്ന് നിങ്ങളുടെ അച്ഛമ്മ. എടാ മോനെ, അമ്മ ഇങ്ങനെ അങ്ങ് പറയാതെ അങ്ങ് പോവോ? അതല്ലേ അമ്മ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാ നമ്മൾ ആരെങ്കിലും സമ്മതിക്കോ? അല്ല, ഇതിനെ അച്ഛമ്മ തന്നെ എഴുതിയതാണെന്ന് എങ്ങനെ അറിയാം? കൈയക്ഷരം കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയുടേതാണെന്ന് തോന്നുന്നു. മോനെ, ഒന്ന് നോക്കട്ടെ. മധു, നമ്മളെ അമ്മയുടെ ഡയറി കണ്ടില്ലേ ഇപ്പോ? അതിങ്ങെടുത്തോണ്ടേ. അമ്മയുടെ കൈക്ഷരം പോലെയാ. എന്നാലും വിശ്വസിക്കാനും പറ്റുന്നില്ല. അമ്മ, ഇതിപ്പോ സത്യമായിരിക്കും. പക്ഷെ അമ്മ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല മോനെ. ദേശാടനത്തിന് വേണ്ടി ചിലപ്പോ 1-2 ഡ്രസ്സ് അമ്മ വാങ്ങിയിട്ടുണ്ടാവും. അതാ ആന്റി പറഞ്ഞത്. എന്തായാലും ശരിയാവാനാ ചാൻസ്.
ഇത് അച്ഛമ്മയുടെ കേഷൻ തന്നെ. എന്നാലും അമ്മ ഒറ്റയ്ക്ക് പോയല്ലോ. ഒരു പ്രശ്നമില്ലമ്മേ. എന്തായാലും ദൈവിക കാര്യത്തിനല്ലേ പോയത്. അച്ഛമ്മയ്ക്ക് ദൈവത്തിന്റെ കൂട്ടുണ്ടാവും. ഇപ്പോ എല്ലാവർക്കും മനസ്സിനൊരു സമാധാനം ഇല്ലേ? എല്ലാവരും ഇരിക്കെ. പൂജമോളെ കഴിക്കാനെടുക്ക്. അമ്മ ഇരിക്കേ. ഇരിക്കമ്മേ. ഇരിക്കമ്മേ. എന്താ അമ്മേ? അല്ല, അമ്മ എഴുതി വെച്ച ആ കത്തിലെ കൈയക്ഷരമൊക്കെ അമ്മയുടെ തന്നെ. പക്ഷേ അതിലെന്തോ ഒരു കുഴപ്പമുള്ളതുപോലൊരു തോന്നൽ. എന്ത് കുഴപ്പം? അച്ഛമ്മ സ്വന്തമായിട്ട് എഴുതാറുള്ള ഡയറിയിലെ കൈയക്ഷരം അത് നമ്മൾ കമ്പയർ ചെയ്ത് വെച്ചല്ലേ നോക്കിയത്. പിന്നെന്ത് കുഴപ്പം വരാനാ? കുഴപ്പമുണ്ട് മോളെ, കുഴപ്പമുണ്ട്. എന്താണെന്നറിയില്ല, അമ്മ എഴുതുമ്പോ ഇതുപോലുള്ള വാചകങ്ങളായിരിക്കില്ല. എനിക്ക് സംശയമുണ്ട്. ഇത് വേറെ ആരെങ്കിലും എഴുതിയതാണോ അതോ നീ എഴുതിപ്പിച്ചതാണോ? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ കാര്യത്തില് എന്റെ മനസ്സ് ശരിയെന്ന് പറയുന്ന കാര്യങ്ങളാ. എന്റെ മനസ്സ് എന്നോട് പറയുന്നു അമ്മ ഹരിദ്വാറിൽ പോയിട്ടില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് കാലാവസ്ഥ പിടിക്കില്ല. പിന്നെ അമ്മയ്ക്ക് ഈ നാട്ടിലെ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകാനാ ഇഷ്ടവും. അമ്മേ, ഇത് ചിലപ്പോ കുറ്റബോധം കൊണ്ടുള്ള യാത്രയായിക്കൂടെ? അച്ഛമ്മ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന അഞ്ജനാന്റി അച്ഛമ്മയ്ക്ക് ഏറ്റവും പകയുള്ള ആളല്ലേ. ആ പ്രിയ എവിടെയായിരുന്നപ്പോ അവള് ചെയ്യുന്ന എല്ലാ ദുഷ്ടതരങ്ങൾക്കും വളം വെച്ചു കൊടുത്തു. പിന്നെ അവളോട് ചേർന്ന് ദുഷ്ടത ചെയ്തു. അപ്പൊ പിന്നെ ആ ചെയ്തതിന്റെ കുറ്റബോധം അച്ഛമ്മയെ അലട്ടുന്നുണ്ടാവും. ആ പാപങ്ങളും കുറ്റബോധവും കഴുകി കളയാനായിരിക്കും ചിലപ്പോ ഹരിദ്വാറിൽ പോയത്. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല, എന്നാലും പറയുക. അഞ്ജനാമ്മ ഇപ്പൊ നമ്മുടെ കുടുംബം തന്നെയാ. എന്താ പറയാനുള്ളത് ചേച്ചി? ഞാൻ മാധുരി അമ്മയെ പറ്റി പറയുന്നൊക്കെ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. കളങ്കമില്ലാത്ത സ്നേഹം മറ്റൊരിടത്തും ഇത്രയ്ക്കും ഞാൻ കണ്ടിട്ടില്ല. ആ സ്നേഹം ആഴത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മാധുരിയുടെ സംശയങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതും ആവാം. അമ്മ ഹരിദ്വാറിൽ പോയിട്ടുണ്ടാവണമെന്നില്ല. പോയിക്കൂടുന്നില്ലല്ലോ. രണ്ടിനും പകുതി പകുതി സാധ്യതയുണ്ട്. അതുകൊണ്ട് പകുതി സാധ്യതയെങ്കിലും ഉണ്ടെന്നുള്ളതിൽ ആശ്വസിക്കാം. അച്ഛമ്മ എവിടെ പോയെന്ന് വ്യക്തമായി അറിയാതെ ഇങ്ങനെ പരസ്പരം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മ ചെല്ല്, വാ വാ. അരുണിമ ചേച്ചി നേരത്തെ പോയത് കഷ്ടമായി പോയി. ഞാൻ ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ച് അറിയിക്കാം. അജുവേട്ടാ, അച്ഛമ്മ എഴുതിയ കത്തിനെ കുറിച്ച് അമ്മ പറഞ്ഞ പോയിന്റുകള് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ലാന്ന് തോന്നുന്നു. കാരണം വെറുതെ ഒരു തോന്നലാണ്, പറയട്ടെ? ആ പറഞ്ഞോ. അച്ഛമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമാണെങ്കിൽ ഹരിദ്വാറിൽ പോകുന്ന കാര്യം അച്ഛമ്മ ഒരിക്കലും നമ്മൾ അറിയിക്കില്ല. നാട്ടിൽ കിടന്ന് അന്വേഷിച്ച് തളരട്ടെ എന്ന് കരുതും. ഇനി അച്ഛമ്മയ്ക്ക് നമ്മളോട് സ്നേഹമാണെങ്കിൽ ഇങ്ങനെ കത്തെഴുതി അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, വിളിച്ചു പറയാം. കത്തെഴുതണമെങ്കിൽ തന്നെ അത് നമുക്ക് നേരിട്ട് അയച്ചു തന്നാ മതിയല്ലോ. വേണ്ട, ഇവിടുത്തെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാമല്ലോ. എടോ, പൂർണ്ണ ഇഷ്ടമല്ല പൂർണ്ണ ദേഷ്യമല്ല, അങ്ങനെ ആവല്ലോ. എങ്കിൽ എന്തുകൊണ്ട് എന്റെ അമ്മ, അതായത് അരുണിമാമ അറിയിച്ചില്ല? അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ അച്ഛമ്മ ഈ വിപ്ലവം അത്ര ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് അമ്മ അറിയിച്ചില്ല? അത് അമ്മയെ വേദനിപ്പിക്കുന്ന അറിയില്ലേ? സ്നേഹം എന്ത് പറയുന്നു?
അത് പിന്നെ പൂജേച്ചി പറയുന്നതിൽ കാര്യമുണ്ട്. പൂജ പറയുന്നതിൽ കാര്യമുണ്ട്. സീരിയസ് ആയ വിഷയമാണ്. അജുവേട്ടാ, ദേ അച്ചമ്മ കുറിപ്പുകളൊക്കെ എഴുതുന്ന ഡയറിയാ. ദാ ഒരാഴ്ച മുമ്പ് എഴുതിയ കുറിപ്പാ. ഈ ഡയറിയിലെ കൈയക്ഷരവും SP കൊടുത്തയച്ച കത്തിലെ കൈയക്ഷരവും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്.